കാന്ത എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ്റെ ഒരു പീരിയോഡിക് ഡ്രാമ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ്റെയും നായിക ഭാഗ്യശ്രീ ബോസിൻ്റെ ഒക്കെ നല്ല പെർഫോമൻസുകൾ തന്നെയായിരുന്നു. പക്ഷേ സിനിമ ടോട്ടലി ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ സിനിമയ്ക്ക് തുടക്കത്തിൽ വന്ന റിവ്യൂസ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രാ ഉള്ള റിവ്യൂസ് ആയിരുന്നു. സിനിമയ്ക്ക് ഓൾറെഡി പ്രീമിയർ ഉണ്ടായിരുന്നു, അതിനു മുൻപ് പെയ്ഡ് പ്രീമിയറും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വന്ന റിവ്യൂസ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രാ ഉള്ള റിവ്യൂ ആണ്. അതിൽ ദുൽഖറിന് പല മീഡിയാസും ഒരു ടാഗ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, നടിപ്പ് ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടാഗും കാര്യങ്ങളും ചേർത്ത് കൊടുത്ത് വളരെ വലിയൊരു ഹൈപ്പ് ഓൾറെഡി ആ സിനിമയ്ക്ക് തലേ ദിവസം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കേട്ട റിവ്യൂ എന്നൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് ഓക്കെ, ഡീസൻ്റ് ആയിരുന്നു. ഇപ്പോൾ ദുൽഖർ ആയാലും അല്ലെങ്കിൽ ഭാഗ്യശ്രീ ആയാലും അല്ലെങ്കിൽ റാണ സമുദ്രനെ ആരായാലും സിനിമ ടോട്ടലി നോക്കുമ്പോൾ ഒരു ബിലോ ആവറേജ് ആയിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ഗംഭീര റിവ്യൂസും അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് ഇത്രയും വാഴ്ത്തപ്പെടലുകളൊക്കെ വന്നതെന്നുള്ള അത്ഭുതമാണ്. ഇത്രയും വലിയൊരു PR ടീം ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കാരണം സിനിമ തിയേറ്ററിൽ നോർമൽ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതിന് മുന്നേ വന്ന റിവ്യൂസ് എന്തായാലും എക്സ്പോസ് ആവും, അത് കള്ളാവെന്ന് പറഞ്ഞു. സ്റ്റിൽ എന്തിനാണ് ഇത്രയും അനാവശ്യമുള്ള റിവ്യൂസ് ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നത്? കഴിഞ്ഞ മാസം പ്രണവ് മോഹൻലാലിൻ്റെ ഡേസ് ഇറ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ആ സിനിമയ്ക്കും കേരളത്തിൽ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു. പ്രീമിയർ ഷോസ് കണ്ടത് സാധാരണ ആൾക്കാരാണ്. അവർ കണ്ടിറങ്ങി ജെന്യുവനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു, സിനിമ ബ്ലോക്ക് ബസ്റ്ററായി. അല്ലാതെ പ്രീമിയർ ഷോസ് വെച്ച് അതിന് മീഡിയക്കാരെ കയറ്റി പെയ്ഡ് റിവ്യൂസ് അടിച്ചിറക്കിയിട്ട് യാതൊരു കാര്യമില്ല. സിനിമ തിയേറ്ററിൽ ഓടില്ല. അതിന് ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് കാന്ത എന്ന് പറയുന്ന സിനിമ. കാന്ത ഒരിക്കലും ഒരു മോശം സിനിമയല്ല. പക്ഷേ ഈ റിവ്യൂസ് കണ്ടു പോകുന്ന പ്രേക്ഷകർ ഒരിക്കലും ആ സിനിമയിൽ സാറ്റിസ്ഫൈ ആകത്തില്ല. കാന്ത ഒരിക്കലും ഒരു മോശം സിനിമയല്ല. പക്ഷേ പെയ്ഡ് റിവ്യൂസിലൂടെ ഓഡിയൻസിന് വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ആ ഓഡിയൻസ് തിയേറ്ററിലോട്ട് അത് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ അവർ നിരാശരാകുക തന്നെ ചെയ്യും. അതാണ് കാന്തയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത്. എന്തായാലും നടിപ്പ് ചക്രവർത്തിയൊന്നും അല്ലെങ്കിലും ഒരു ഡീസൻ്റ് അല്ലെങ്കിൽ കരിയറിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ദുൽഖറിൻ്റെ. പക്ഷേ അതിനെ ആവശ്യമില്ലാതെ പൊക്കി വെച്ച് അതും ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുകയാണ്.